ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2015 റിലീസായ ഹൊറർ ത്രില്ലർ മൂവിയായ ദി കോപ്സ് ഓഫ് ആന ഫ്രീസ്റ്റ് എന്ന മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പടത്തിന്റെ വൺ ലൈനർ എന്തെന്നാൽ, ഫേമസ് ആയ ഒരു ആക്ട്രസ് പെട്ടെന്നൊരു ദിവസം ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചു പോവുകയും അവരുടെ ബോഡി ഒരു മോർച്ചറിയിലോട്ട് കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ള രണ്ട് നായ്ക്കൾ മരിച്ച ബോഡിയാണെന്നും കൂടി നോക്കാണ്ട് ആ ബോഡിയെ റേപ്പ് ചെയ്യുന്നു. പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാതെ ആ ബോഡിക്ക് ജീവൻ വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുകൂടാതെ ഇവര് ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ഇവരുടെ ജീവൻ തന്നെ ആപത്തിലോട്ടായി എങ്ങനെ ഉണ്ടാകും? ഇത് നമ്മളെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉള്ള ഒരു സർവൈവൽ മൂവി പോലെ ഇരിക്കും. അതുകൂടാണ്ട് അവസാനത്തെ ഭാഗമാണ് ഈ മൂവിയിലെ മെയിൻ ഭാഗം തന്നെ. ഓക്കെ, അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ഓൾ എന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഏതെങ്കിലും ഒരു മൂവീസ് നിങ്ങളെ തേടി വരുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ഹോസ്പിറ്റൽ കാണിക്കുന്നു. അവിടെ ഒരുത്തൻ ഒരു സ്ട്രക്ചർ തള്ളിക്കൊണ്ട് പോകുന്നത് കാണിക്കുന്നു. അയാളും ആ സ്ട്രക്ചർ നിർത്തി ആ സ്ട്രക്ചറിൽ കിടക്കുന്ന ആ പെണ്ണിന്റെ ഫോട്ടോ എടുക്കുന്നു. ഇവർ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു ന്യൂസ് കേൾക്കാം. അതിൽ ഫേമസ് ആയ ആക്ട്രസ് ആന ഫ്രീസ്റ്റ് ഹാർട്ട് അറ്റാക്ക് കാരണം ഇന്ന് അന്തരിച്ചു എന്ന് പറയുന്നത് കേൾക്കാം. ഇയാളും ഫോട്ടോ എടുത്ത് അയാളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നു. അടുത്ത സീന് രണ്ടുപേര് വന്ന് ഹോസ്പിറ്റലിലുള്ള റിസപ്ഷനിൽ ഇരിക്കുന്ന ലേഡിയോട്, ഞങ്ങളുടെ ഫ്രണ്ട് ഈ ഹോസ്പിറ്റലിലുള്ള മോർച്ചറിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ അവരെ കാണാൻ വന്നതാണ് എന്ന് പറയുന്നു. ആ ലേഡിയും, ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് പറയുന്നു. ആ സമയത്ത് ഈ രണ്ടുപേരിൽ ഒരുത്തൻ അവിടെ ഇരിക്കുന്ന രണ്ട് പെണ്ണുങ്ങളെ നോക്കി വളരെ മോശമായിട്ട് കമന്റ് അടിക്കുന്നു. ഇവന്റെ ക്യാരക്ടർ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇവൻ എത്ര സൈക്കോ ആയിരിക്കുമെന്ന്. അപ്പോഴേക്കും ഇവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നു. ആ സൈക്കോ ഇവനെ കണ്ടിട്ട്, ആ ആക്ട്രസിന്റെ ബോഡി നിങ്ങളുടെ ഹോസ്പിറ്റലാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും ആ ഫ്രണ്ട്, ഇതിനെപ്പറ്റി ഇവിടുന്ന് സംസാരിക്കേണ്ട, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് മൂന്നുപേരും പുറത്തോട്ട് പോകുന്നു. ആ സൈക്കോവും ഈ ഫ്രണ്ടിനോട്, നിനക്ക് വേണ്ടി എന്തൊക്കെയാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയോ എന്ന് പറഞ്ഞ് അവന്റെ ബാഗിൽ നിന്ന് ഒരു വിസ്കി ബോട്ടിൽ എടുക്കുന്നു. എന്നിട്ട് ഇവര് മൂന്നുപേരും ചേർന്ന് അത് കുടിക്കുന്നു. ആ നേരം ആ സൈക്കോ ഈ ഫ്രണ്ടിനോട്, ഞാൻ അവളുടെ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ ഡ്രസ് ഇട്ട് അവളുടെ ഫോട്ടോ മാത്രം അയച്ചു തന്നിട്ടുള്ളൂ, നിനക്ക് എന്ത് പറ്റി? എനിക്ക് അവളുടെ ഡ്രസ് ഇല്ലാത്ത മുഴുവൻ ഫോട്ടോ ആയിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞ ഒരു ചെറിയ തല്ലുണ്ടാക്കാൻ പോകുന്ന സമയത്ത് ആ ഫ്രണ്ടുകാരനും, നിനക്ക് ഫോട്ടോ അല്ല വേണ്ടത്, എന്തിനാ വെറുതെ ഒരു ഫോട്ടോ? ആ പെണ്ണ് തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലല്ല ഉള്ളത്, നിനക്ക് വേണേ ഞാൻ നേരിട്ട് അവളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മോർച്ചറിയിലോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നു. ആ നേരം അവിടെ ഇവർ മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് ഈ ഫ്രണ്ടുകാരുടെ ഡ്യൂട്ടി ടൈമും കൂടിയാണ്. ഇവരും നേരെ മോർച്ചറിന്റെ ഉള്ളിൽ പോയി ആ പെണ്ണിന്റെ ബോഡി കാണാൻ നോക്കി നിൽക്കുന്നു. പക്ഷേ ഈ ഫ്രണ്ടുകാരൻ അവളുടെ ബോഡി കാണിക്കാണ്ട് മറ്റുള്ളവരുടെ ബോഡി കാണിച്ച് ഇവരെ പേടിപ്പിക്കുന്നു. ഇവരും വയലന്റ് ആയി ആ ഫ്രണ്ടിനെ തെറി വിളിക്കുന്നു. അവസാനം ആ ഫ്രണ്ടും അവളുടെ ബോഡി കാണിച്ചു കൊടുക്കുന്നു. അവളുടെ ബോഡി കണ്ട ആ സൈക്കോ, ഇവള് മരിച്ചിട്ട് പോലും ഇവളുടെ ഭംഗി കുറഞ്ഞിട്ടില്ല, ഇവൾ ജീവനോട് ഇരിക്കുന്ന സമയത്ത് ഇവളുടെ അടുത്തുകൂടി പോലും നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളുടെ ശരീരം തന്നെ കണ്ണെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സൈക്കോ രണ്ടുപേരെയും വിളിച്ചു കൊണ്ടുപോയി അവന്റെ കയ്യിലുള്ള ഡ്രഗ്സ് എടുത്ത് മൂന്നുപേരും വലിക്കുന്നു. വലിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സൈക്കോ ഒരു കാര്യം പറയുന്നു, ഞാൻ ഇവളുടെ കൂടെ കിടക്കാൻ പോകുകയാണ്. ഇത് കേട്ടതും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ, നിനക്കെന്താ ഭ്രാന്താണോ? ഇത് ആരെങ്കിലും അറിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാന്നറിയോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവരുടെ കൂട്ടത്തിൽ ഇവൻ ഒരു നല്ലവനാണ്. ആ സമയം ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അവൻ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഈ ഹോസ്പിറ്റലിൽ മരിച്ചു വരുന്ന ചെറിയ പെണ്ണുങ്ങളെല്ലാം ചിലവര് അവരുടെ കൂടെ കിടക്കാറുണ്ട്, അതുകൂടാണ്ട് ഞാനും കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ കൂടെ കിടന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടതും ആ നല്ലവൻ, അയ്യേ ഇത്ര മോശമായ ആൾക്കാരായിരുന്നോ എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അറപ്പോടെ സംസാരിക്കുന്നു. ഇത് കേട്ടതും ആ സൈക്കോ, നിനക്ക് വേണ്ടേ വേണ്ട, ഞങ്ങളെ എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും വേറെ റൂമിലോട്ട് പോകുന്നു. ഇത് ഇവന്റെ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇവരല്ലാതെ വേറെ ആരും ഈ ടൈമിൽ ഇങ്ങോട്ട് വരില്ല. ആ സൈക്കോ ഡെഡ് ബോഡി ആണെന്ന് കൂടി നോക്കാതെ ആ പെണ്ണിനെ റേപ്പ് ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവൻ ഇത് കണ്ട് രസിക്കുന്നു. വേറെ സൈഡിൽ ആ നല്ലവൻ ഇവരെ രണ്ടുപേരും മാറി മാറി തെറി വിളിച്ച് അറപ്പോടെ സംസാരിക്കുന്നു. ആ സൈക്കോ അവന്റെ പണി കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് വരുന്നു. അവൻ വന്നതും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവൻ ആ ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി അവളെ റേപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇവൻ ജസ്റ്റ് അവളുടെ മുഖത്തോട്ട് നോക്കുന്നു. അതേസമയം കണ്ണു തുറന്ന് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് പേടിച്ച് അവൻ നിലത്തോട്ട് വീഴുന്നു. ഇവൻ നിലത്ത് വീണ സൗണ്ട് കേട്ട് രണ്ടുപേരും അങ്ങോട്ട് ഓടിച്ചെന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അവനും കൈ ചൂണ്ടി ആ ബോഡിയെ കാണിക്കുന്നു. ഇവരും പോയി ആ ബോഡി നോക്കുമ്പോൾ ആ പെണ്ണ് കണ്ണു തുറന്നു കിടക്കുന്നു. ആ സമയം ആ നല്ലവൻ ആ ബോഡിന്റെ അടുത്ത് പോയി അവളെ തട്ടി നോക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ബോഡിക്ക് ശരിക്കും ജീവൻ വന്ന കാര്യം. ഈ നല്ലവനും വേഗം പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അവൾക്ക് കൊണ്ടേ കൊടുക്കുന്നു. അതുകൂടാണ്ട് ഒരു ഡ്രസ്സ് എടുത്ത് അവളുടെ ശരീരം കവർ ചെയ്യുന്നു. ഇതെല്ലാം കണ്ട ആ സൈക്കോ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവനോട്, ഈ പെണ്ണ് എങ്ങനെയാണ് മരിച്ചുപോയത് എന്ന് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവൻ, ഇവിടെ ഏതോ പാർട്ടിക്ക് പോയി നല്ലോണം കള്ളു കുടിച്ച് ബോധം കെട്ട് പൾസൊന്നും ഇല്ലാതെ കിടന്നിരുന്നു. ഡോക്ടർ ചെക്ക് ചെയ്ത സമയത്ത് ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഇവൾ മരിച്ചുപോയി എന്ന് കരുതി
മോർച്ചറിയിലോട്ട് അയച്ചതാണ്. ആ പെണ്ണും പതിയെ പതിയാണ് കോൺഷ്യസിലോട്ട് വരുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ വേറൊരു ബോഡിയും കൊണ്ട് അങ്ങോട്ട് വരുന്നു. അയാൾ വരുന്നത് കണ്ടതും അവളുടെ ബോഡി കവർ ചെയ്ത് എല്ലാരും പോയി ഒളിക്കുന്നു. അയാൾ വന്ന സമയത്ത് ആ പെണ്ണ് സൗണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നു. പക്ഷെ ഈ ബോഡി കൊണ്ട് വന്നവൻ ഇയർഫോൺ വെച്ച് പാട്ട് കേട്ടോണ്ടിരുന്നത് കൊണ്ട് ഇവളുണ്ടാക്കുന്ന സൗണ്ട് അയാൾക്ക് കേൾക്കാൻ പറ്റിയില്ല. ഇവളും അവളുടെ ശരീരത്തിൽ കവർ ചെയ്തിരിക്കുന്ന പുതപ്പ് എങ്ങനെയോ കഷ്ടപ്പെട്ട് മാറ്റി അയാളെ വിളിക്കാൻ നോക്കുന്നു. പക്ഷെ അയാൾ അതൊന്നും ശ്രദ്ധിക്കാണ്ട് അയാൾ വന്ന കാര്യം ചെയ്തിട്ട് ആ മോർച്ചറിയിലുള്ള ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകുന്നു. ഇയാൾ പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാരും പുറത്തോട്ട് വരുന്നു. ഈ പെണ്ണും പതിയെ പതിയെ കോൺഷ്യസിലോട്ട് വരുന്നു. അവളും അവരോട് പ്ലീസ് എന്നെ ഒന്നും ചെയ്തേക്കല്ല, ഞാൻ നിങ്ങൾ ആരെയും കാണിച്ചു കൊടുക്കൂല, എന്നെ വെറുതെ വിട്ടേക്കു എന്ന് പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുന്നു. ഇത് കേട്ടതും ആ സൈക്കോ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നു. ഇത് കേട്ടതും ആ നല്ലവൻ നീ എന്തിനാ അവളെ വഴക്ക് പറയുന്നത്? ഇപ്പൊ അവൾക്ക് അർജന്റ് ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്, നമ്മൾ ഇപ്പൊ തന്നെ ഇവളെയും കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോകണം എന്ന് ആ നല്ലവൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇത് കേട്ട ആ സൈക്കോ നീ എന്റെ കൂടെ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് 3 പേരും കൂടി ഒരു റൂമിലോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് ഈ സൈക്കോ നമുക്ക് ഇവിടുന്ന് അവളെ പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കൊണ്ടുപോയാൽ നമ്മുടെ എല്ലാവരുടെ ജീവിതവും നശിച്ചു പോകും. കാരണം അവൾ എല്ലാവരുടെയും മുഖം കണ്ടിട്ടുണ്ട്. അതുകൂടാണ്ട് പോള് അവളെ റേപ്പ് ചെയ്യുന്ന സമയത്ത് അവന്റെ മുഖം കണ്ടിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിന്റെ പേര് പോൾ എന്നാണ്. അതുകൂടാണ്ട് നീ അവളെ ഒന്നും ചെയ്തിട്ടില്ല, കുടുങ്ങുകയാണെങ്കിൽ ഞങ്ങളെ കുടുങ്ങുള്ളൂ. അവൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അവളുടെ പവർ ഉപയോഗിച്ച് നമ്മളെല്ലാവരെയും കാണിച്ചു കൊടുക്കും. ഓൾറെഡി അവൾ ഒരു ഫേമസ് ആയ ആക്ട്രസും കൂടിയാണ്. അവൾ പറയുന്നത് മാത്രമേ ഈ ലോകം വിശ്വസിക്കുള്ളൂ. അതുകൂടാണ്ട് നീ പോളിന്റെ വയസ്സും കൂടി ഒന്ന് ആലോചിക്കണം. അവന് ഇപ്പൊ 22 വയസ്സായിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ ജീവിതം മൊത്തം നാശമാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ സൈക്കോ എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ നല്ലവൻ ഇവൻ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് അവൻ പറയുന്നത് ചെയ്യാൻ സമ്മതിക്കുന്നു. എല്ലാരും പുറത്തുപോയി ഈ പെണ്ണിന്റെ അടുത്തോട്ട് വരുന്നു. അപ്പോഴും ഈ പെണ്ണ് എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ നിങ്ങൾ ആരെയും കാണിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇത് കേട്ടാ നല്ലവൻ എനിക്കിത് ചെയ്യാൻ പറ്റൂല, ഞാൻ ഇവളെ കൊണ്ട് പുറത്തു പോകുകയാണ് എന്ന് പറഞ്ഞ് ആ സ്ട്രക്ചറും തള്ളി പുറത്തോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. ഇത് കണ്ടതും ആ സൈക്കോ നിനക്കെന്താ പ്രാന്താണോ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നു. അവസാനം ആ സൈക്കോ നല്ലവനെ പിടിച്ച് കുറെ ഇട്ട് കുത്തുന്നു. ഇത് കണ്ടതും പോള് സൈക്കോനെ പിടിച്ചു മാറ്റുന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ സൈക്കോ ആ നല്ലവനെ കുത്തിയത് കാരണം അവന്റെ തല പൊട്ടി ചോര വരുന്നു. ഇത് കണ്ടതും എല്ലാരും ഷോക്ക് ആവുന്നു. പോളും അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാൻ നോക്കുന്നു. പക്ഷേ ആ ബോഡി വെക്കാൻ വന്നവൻ പുറത്തുനിന്ന് മോർച്ചറിന്റെ ഡോറ് പൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇവർക്കും എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാണ്ട് ആകെ പേടിച്ചിരിക്കുന്നു. പോളും ആ നല്ലവനെ എടുത്തുകൊണ്ട് അവിടെയുള്ള റൂമിൽ കൊണ്ട് ഇവനെ വെക്കുന്നു. എന്നിട്ട് അവനോട് തല അധികം അനക്കല്ലേ, തല അനക്കിയാൽ ചോര കുറേ പോകും, നീ ഇവിടെ തന്നെ അനങ്ങാണ്ടിരിക്കും, ഞാൻ പുറത്തിറങ്ങാൻ എന്തെങ്കിലും വഴി ഉണ്ടാവും നോക്കിയിട്ട് വരാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കൂട്ടത്തിൽ ആ പെണ്ണിന്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടേ വെക്കുന്നു. ഇവരെ രണ്ടുപേരെ ഈ റൂമിൽ കൊണ്ടേ ആക്കിയതിനു ശേഷം ആ സൈക്കോവും പോളും ചേർന്ന് ആ മോർച്ചറി ക്ലീൻ ചെയ്യുന്നു. പോളും അവനോട് ആരെങ്കിലും ഒരാൾ ഈ മോർച്ചറിലോട്ട് വരാൻ ചാൻസ് ഉണ്ടാകും, അപ്പൊ ഈ മോർച്ചറി തുറക്കും, അപ്പൊ നമുക്ക് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേസമയം ഇപ്പുറത്ത് ആ പെണ്ണിനോട് എന്നെ കൊണ്ട് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല, ഐ എം സോറി എന്ന് പറയുന്നു. നീ അനങ്ങാണ്ടിരിക്കി, നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ രക്ഷിക്കാൻ നോക്കിയില്ലേ, അത് മതി എന്ന് പറയുന്നു. അതേസമയം ഇപ്പുറത്ത് ഇവർ വെയിറ്റ് ചെയ്തിരുന്നത് പോലെ ഒരുത്തൻ മോർച്ചറിയിലോട്ട് വരുന്നു. ഇവൻ വരുന്നത് കണ്ടതും പോള് മാത്രം ഡ്രസ്സ് മാറി അയാളുടെ അടുത്തോട്ട് പോകുന്നു. ഞാൻ ഡ്രസ്സ് മാറാൻ കയറിയപ്പോ ആരോ പുറത്തുനിന്ന് പൂട്ടിയതാണ് എന്ന് പറഞ്ഞ് അയാളെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നു. അയാളും അത് വിശ്വസിച്ച് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് ആ ആക്ട്രസിന്റെ ബോഡി ഇങ്ങോട്ടാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചതും പോള് ഇങ്ങോട്ടൊന്നല്ല വന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നു. ഇവര് പുറത്തുപോയ സമയത്ത് ആ സൈക്കോ നല്ലവന്റെ അടുത്ത് പോയി അവനെ കുറെ നേരം വിളിച്ചു നോക്കുന്നു. പക്ഷേ അവന്റെ അടുത്ത് നിന്ന് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. ബ്ലഡ് കുറെ പോയത് കൊണ്ട് അവനിപ്പോ മരിച്ചു കിടക്കുന്നു. ഇത് കണ്ടതും സൈക്കോ ഫീൽ ചെയ്ത് കരയുന്നു. കാരണം ഒരു കാലത്ത് ഇവന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഇവൻ. തന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം തന്റെ കൈ കൊണ്ട് തന്നെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ കൊല്ലേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് ആ സൈക്കോ പൊട്ടി പൊട്ടി ഇരുന്ന് കരയുന്നു. ഇത് കണ്ടതും ആ പെണ്ണു ഇരുന്ന് കരയുന്നു. തന്നെ രക്ഷിക്കാൻ പോയ ഒരു നല്ലവൻ മരിച്ചു പോയല്ലോ എന്നോർത്ത് പുറത്തുപോയ പോള് തിരിച്ച് മോർച്ചറിയിലോട്ട് വരുന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ ആ സൈക്കോ സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. ഇത് കണ്ട പോള് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും ആ സൈക്കോ ഞാൻ അവനെ കുറെ നേരം രക്ഷിക്കാൻ നോക്കി, പക്ഷേ ബ്ലഡ് കുറെ പോയത് കൊണ്ട് അവനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ഇത് കേട്ടതും പോളും അവനെ പോയി നോക്കുന്നു. എന്നിട്ട് അവനും പൊട്ടിക്കരയുന്നു. ആ സൈക്കോ ഇവനെ വിളിച്ചുകൊണ്ട് പുറത്തുപോയി നമുക്കിനി ഒരു വഴി കാര്യങ്ങൾ വേറെ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതെല്ലാം മറക്കണം എന്ന് പറയുന്നു. ഇത് കേട്ടതും പോളിനും ഒന്നും മനസ്സിലാകുന്നില്ല. ആ സൈക്കോവും പോളിനെ നോക്കി നമുക്ക് അവന്റെ ബോഡി എവിടെയെങ്കിലും മറയ്ക്കണം, ഞാൻ പുറത്തു പോയിട്ട് ഒരു വേസ്റ്റ് ബിൻ കൊണ്ടുവരാം, നമുക്ക് അതിൽ അവന്റെ ബോഡി ഡംപ് ചെയ്യാം, അതുകൂടാണ്ട് ഈ പെണ്ണിനെ നമ്മൾ കൊല്ലണം, കാരണം ഇവൾ നമ്മുടെ മുഖം കണ്ടതാണ്, നാളെ ഇവള് കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാകരുത് എന്നിവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ ആ പെണ്ണിന് പതിയെ അവളുടെ കയ്യും കാലൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്. ഈ പെണ്ണും പതിയെ ആ സ്ട്രക്ചറിൽ നിന്ന് എഴഞ്ഞഴഞ്ഞ് എങ്ങനെയോ ആ സ്ട്രക്ചറിനെ താഴെ എത്തുന്നു.
നോക്കുന്നു. അവളും ആ മരിച്ച നല്ലവന്റെ അടുത്ത് പോയി അവന്റെ ബോഡി മൊത്തം ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത സമയത്ത് എങ്ങനെ ഒരു ഫോൺ കണ്ടുപിടിക്കുന്നു. ആ ഫോൺ വഴി ആർക്കോ ഇവള് കോള് ചെയ്യുന്നു. അപ്പോഴേക്കും ഈ രണ്ടുപേരും ആ റൂമിലോട്ട് വരുന്നു. ഇവൾ ആർക്കോ കോൾ ചെയ്യുന്നത് കണ്ടതും ആ ഫോൺ തട്ടിപ്പറിച്ചെടുക്കുന്നു. എന്നിട്ട് ആ കോള് കട്ട് ചെയ്തിട്ട് നീ ആർക്കാണ് കോള് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അതിനാ പെണ്ണ് ഞാൻ എന്റെ അച്ഛനാണ് കോൾ ചെയ്തത്. ഞാൻ ജീവനോടെയുള്ള കാര്യം ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു. എന്നെ എന്റെ അച്ഛന്റെ അടുത്ത് കൊണ്ടേ ആക്കിയാ മതി എന്ന് പറയുന്നു. ഇത് കേട്ടതും അവർക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് അവളെയും സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് പുറത്തോട്ട് കൊണ്ടുവരാൻ നോക്കുന്നു. ഇവർ പുറത്ത് ഇവളെയും കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇവൾ വിളിച്ച ആ ഫോണിൽ നിന്നും വേറൊരു കോള് വരുന്നു. റിങ്ങിന്റെ സൗണ്ട് കെട്ടതും ആ സൈക്കോ എടുത്ത് നോക്കുന്നു. ആ പെണ്ണും അതെന്റെ അച്ഛനാണ്, ആ ഫോൺ എന്റെ അടുത്ത് താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേട്ടതും ആ സൈക്കോ കോളിനോട് അവളുടെ വാ പൊത്തി പിടിക്കുക എന്ന് പറയുന്നു. എന്നിട്ട് ആ സൈക്കോ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് ആരോ ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സൈക്കോവും അയാളോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചതും അപ്പുറത്തെ സൈഡിൽ നിന്ന് നിങ്ങളാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഞാൻ എടുത്ത് ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ടായിപ്പോയി. അതാണ് ഞാൻ തിരിച്ചു വിളിച്ചു നോക്കിയത്. ഇത് കേട്ടതും ആ സൈക്കോ ആ കോള് കട്ട് ചെയ്ത് പുറത്തു കൊണ്ടുപോയ സ്ട്രക്ചർ ഫോഴ്സിൽ അകത്തോട്ട് തന്നെ തള്ളി വിടുന്നു. ആ പെണ്ണിനെ നോക്കി ഞങ്ങളോട് തന്നെ കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് ആ സൈക്കോ ഇവളുടെ മേത്ത് കയറിയിരുന്ന് ഞങ്ങളെ തന്നെ പൊട്ടനാക്കി നീ രക്ഷപ്പെടാനാണോ നോക്കുന്നത് എന്ന് പറഞ്ഞ് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. എന്നിട്ട് ആ സൈക്കോ പോളിനെ നോക്കി ഞാൻ പുറത്തു പോയിട്ട് ഒരു വേസ്റ്റ് ബിൻ കൊണ്ടുവരാം, നമുക്കതില് അവന്റെ ബോഡി ഡംപ് ചെയ്യാം, നീ അപ്പോഴേക്കും ഇവളുടെ ബോഡി ക്ലീൻ എന്ന് പറയുന്നു. അവൻ പുറത്തു പോയതും പോള് ഇവളുടെ ബോഡി ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യം തന്നെ അവളുടെ കയ്യും കാലും കെട്ടിയിടുന്നു. ആ പെണ്ണും എന്തൊക്കെയോ പറഞ്ഞ് അവന്റെ മൈൻഡ് മാറ്റാൻ നോക്കുന്നു. പക്ഷെ അവൻ അതൊന്നും കേൾക്കുന്നില്ല. ആ പെണ്ണും ഞാൻ നിന്നെ കാണിച്ചു കൊടുക്കില്ല, എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവസാനം അവൻ നീ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം അവനാണ് ചെയ്തത്, ഞാൻ കാണുകയാണ് മറ്റവന്റെ കഴുത്ത് ഞെരിച്ച് അവൻ കൊന്നത്, നിന്നെ ഇതിൽ കുടുക്കാൻ വേണ്ടിയാണ് നിന്നെ ഇതിലോട്ട് വലിച്ചിടുന്നത്, എനിക്കറിയാം നീ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇത് കേട്ട പോള് വേഗം ഒരു ടേപ്പ് എടുത്ത് അവളുടെ വാ അടയ്ക്കുന്നു. എന്നിട്ട് പോള് നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയും. അവളെ ക്ലീൻ ചെയ്തതിനു ശേഷം ആ റൂം ക്ലീൻ ചെയ്യുന്നു. ആ ടൈം നോക്കി അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിലെയും കാലേയും കെട്ടഴിക്കാൻ നോക്കുന്നു. പക്ഷെ അവളെ കൊണ്ട് അത് പറ്റുന്നില്ല. അവളും നേരെ ആ സ്ട്രക്ചറിൽ നിന്ന് താഴെ വീണ് അടുത്തുള്ള റൂമിലോട്ട് പോകാൻ നോക്കുന്നു. ആ നേരം ആ സൈക്കോ ഒരു ഡസ്റ്റ്ബിൻ കണ്ടുപിടിച്ച് നേരെ മോർച്ചറിയിലോട്ട് വരുന്നു. മോർച്ചറിയിൽ വന്ന് നോക്കുമ്പോൾ ആ പെണ്ണിനെ അവിടെ കാണാത്തത് കൊണ്ട് ടെൻഷനായി പോളിനെ പിടിച്ച് വഴക്കു പറയുന്നു. അവളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവനെ വഴക്കു പറയുന്നു. അവനും ഞാൻ അവളുടെ കയ്യും കാലും കെട്ടിയിട്ടിട്ടുണ്ട്, സോ അവൾക്ക് അധിക ദൂരമൊന്നും പോകാൻ പറ്റില്ല. ഇത് കേട്ടതും ആ സൈക്കോ എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും മാറി മാറി എല്ലായിടത്തും തേടാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് തേടുന്നു. ആ നേരം അവളെ കാണിക്കുന്നു. കാലനങ്ങാത്തോണ്ട് അവൾ എഴഞ്ഞാണ് ഓരോയിടത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നേരം ഇവളുടെ മുമ്പിൽ തന്നെ ആ സൈക്കോ വേറൊരു റൂം തേടുന്നത് കാണുന്നു. ആ സൈക്കോനെ കണ്ടതും ഇവൾ വേഗം പോയി വിളിക്കുന്നു. ഈ സീനൊക്കെ മൂവിയിൽ തന്നെ കാണണം. ഓരോ നിമിഷവും ഈ സൈക്കോ ഇപ്പൊ അവളെ പിടിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ പെണ്ണിന്റെ അഭിനയവും ആ സ്ഥാനത്ത് നമ്മളാണെന്ന് വിചാരിച്ചു പോകും. ഈ പെണ്ണും പേടിച്ച് എഴഞ്ഞു പോകുന്നു. ആ സൈക്കോ ഇവളെയും തേടിക്കൊണ്ട് നടക്കുന്നു. ഇവളും എങ്ങനെ കഷ്ടപ്പെട്ട് എഴഞ്ഞ് ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറി ബട്ടൺ പ്രസ് ചെയ്ത് ഡോർ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ സൈക്കോ വന്ന് ഡോർ പിടിക്കുന്നു. എന്നിട്ട് അവളുടെ കാല് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. ഈ പെണ്ണും എന്നെ ഒന്നും ചെയ്തേക്കല്ല, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. ഇവരും അവളെ മോർച്ചറി കൊണ്ട് ഇട്ടിട്ട് പോളിനെ നോക്കി നീയാണ് ഇവളെ കൊല്ലണ്ടേ എന്ന് പറയുന്നു. ഇത് കേട്ടതും പോള് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കേട്ടതും സൈക്കോ നാളെ നീ പുറത്ത് ഞാനാണ് ഈ 2 കൊല ചെയ്തത് എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു കൊടുക്കാനല്ലേ, കുടുങ്ങാളെ രണ്ടുപേരും ചേർന്ന് കുടുങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അവനൊരു പില്ലോ എടുത്ത് പോളിന്റെ അടുത്ത് കൊടുക്കുന്നു. പോളും അവനോട് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ആ സൈക്കോ ഇത് കേട്ടതും എന്നാ ശരി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ആ പില്ലോ അവളുടെ മുഖത്ത് വെച്ച് പ്രസ് ചെയ്യുന്നു. കുറെ നേരം ടൈറ്റായി പ്രസ് ചെയ്യുന്നു. ആ പെണ്ണും ശ്വാസം കിട്ടാതെ പെടഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം ഒരു ഘട്ടത്തിൽ ആ പെണ്ണ് മരിക്കുന്നു. ഇത് കണ്ടതും പോള് നമ്മൾ തെറ്റിന് മേലെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ആ സൈക്കോ നല്ലവന്റെ ബോഡി ഡസ്റ്റ്ബിനിലോട്ട് ഇട്ടിട്ട് പോളിനെ നോക്കി നീ അവളുടെ ബോഡി ക്ലീൻ ചെയ്ത് വെക്ക്, അപ്പോഴേക്കും ഞാൻ ഇത് എവിടെങ്കിലും കൊണ്ടേ മറച്ചു വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ആ സൈക്കോ നല്ലവന്റെ ബോഡി ആളനക്കില്ലാത്ത ഒരു ഇരുട്ടായ സ്ഥലത്ത് കൊണ്ടേ ഇട്ടിട്ട് വരുന്നു. അപ്പോഴേക്കും പോള് ആ പെണ്ണിന്റെ ബോഡി ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ചുമക്കുന്ന സൗണ്ട് കേൾക്കുന്നു. പോളും അതാരാണ് ഇപ്പൊ ചുമച്ചത് എന്ന് പറഞ്ഞ് ഈ പെണ്ണിനെ കവർ ചെയ്തിരിക്കുന്ന തുണി എടുത്ത് മാറ്റി നോക്കുമ്പോൾ അവളാണ് ചുമച്ചത് എന്ന് അറിയുന്നു. അതുകൂടാണ്ട് ഇവൾ ശ്വാസം വിടുന്നത് കണ്ടത് പോള് അവളെ നോക്കി നീ അഭിനയിച്ചത് മതി എന്ന് പറയുന്നു. അവളും കണ്ണു തുറന്ന് ഇവനെ നോക്കുന്നു. അപ്പോഴേക്കും സൈക്കോ അങ്ങോട്ട് വന്നതും പോള് അവളെ കവർ ചെയ്യുന്നു. സൈക്കോയും വന്നിട്ട് പോളിനോട് എല്ലാം കറക്റ്റായി ചെയ്തു എന്ന് ചോദിക്കുന്നു. പോളും എല്ലാം കറക്റ്റായി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. സൈക്കോയും ഞാൻ എന്തോ മറന്നു വെച്ചതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ആ പെണ്ണിന്റെ കവർ ചെയ്ത തുണിയെല്ലാം മാറ്റി അവളെ മര്യാദയ്ക്ക് നോക്കുന്നു. അവൾ ശരിക്കും മരിച്ചെന്ന് വിചാരിച്ച് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. പോയി ലിഫ്റ്റ് കയറാൻ നിൽക്കുന്ന സമയത്ത് ആ സൈക്കോ ഞാൻ എന്റെ ID കാർഡ് അവിടെ വെച്ച് മറന്നുപോയി എന്ന് തോന്നുന്നു, ഞാൻ അത് പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് പോള് വേണ്ട ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറയും. അതിന്റെ സൈക്കോ വേണ്ട നമുക്ക് രണ്ടുപേർക്കും പോയി എടുത്തിട്ട്
കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് തിരിച്ച് മോർച്ചറിയിലോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ആ പെണ്ണ് ഡ്രസ് എല്ലാം മാറ്റി ഇവന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇത് കണ്ടതും ആ സൈക്കോ കൂടെ നിന്ന് എന്നെ തന്നെ പറ്റിപ്പിക്കുകയാണോടാ എന്ന് പോളിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് താഴിട്ട് അവനെ കുറെ പിടിച്ച് അടിക്കുന്നു. കൂട്ടത്തിൽ അവനെ വീശി വീശി ചവിട്ടുന്നു. ആ സമയം ആ പെണ്ണ് പുറകിൽ നിന്ന് വന്ന് ഒരു കത്രിക വെച്ച് ആ സൈക്കോന്റെ മുതുകത്ത് നോക്കി കുത്തുന്നു. അവൻ തിരിഞ്ഞതും അവന്റെ കഴുത്ത് നോക്കി ഒരു കുത്തും കൊടുക്കുന്നു. അവന്റെ ചോര ആ പെണ്ണിന്റെ മുഖത്തോട്ട് തെറിക്കുന്നു. ആ സൈക്കോ നിലത്ത് വീണ് പെടഞ്ഞു വിടഞ്ഞു മരിക്കുന്നു. ഇത് കണ്ട് പേടിച്ച പോളും അവളുടെ അടുത്ത് പോയി നിന്നതും അവൻ പോലും പ്രതീക്ഷിക്കാതെ അവന്റെ വയറ്റിൽ ആ കത്രിക വെച്ച് പലതവണ കുത്തുന്നു. ആ പെണ്ണും ചോരയെ കുളിച്ച് അവിടെ ഇരിക്കുന്നു. അതോടെ ഈ പടവും അവസാനിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പടവുമായി വീണ്ടും കാണാം.